മോശം പെരുമാറ്റത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് നടൻ വിനായകൻ രംഗത്തെത്തിയിട്ടുണ്ട്. നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്ന വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നമസ്കാരം. ഈ പുള്ളിക്ക് എന്തിന്റെ കേടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു വിവാദം അവസാനിക്കുമ്പോൾ ഈ മനുഷ്യനായിട്ട് തന്നെ പുള്ളിയുടെ അടുത്ത വിവാദം എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. പുള്ളിക്ക് ഈ വിവാദങ്ങളില്ലാതെ ഉറക്കം വരത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് നിസ്സാരമല്ല, നല്ല മൂന്നാം തരം വൃത്തികേടാണ് പുള്ളിക്കാരൻ കാണിച്ചേക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴെയുള്ള ആൾക്കാരെ തെറി പറയുകയും തുണി അഴിച്ച് കാണിക്കുകയുമാണ് ചെയ്തേക്കുന്നത്. എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ വ്യക്തി കാണിക്കുന്നത്. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നോളും. അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ജാതിയുടെ തന്നെ കാർഡ് ഇറക്കി അങ്ങ് രക്ഷപ്പെടും. പുള്ളിക്കാരൻ്റെ ജാതി ചെറുതായതുകൊണ്ട്, താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് മനഃപൂർവ്വം പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്യുവാണ്, മനഃപൂർവ്വം എല്ലാവരും വിവാദം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പുള്ളിക്കാരൻ തന്നെ ആയിരിക്കും ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പുള്ളി തന്നെ പറയും എന്നെ എല്ലാവരും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുവാണെന്ന്. എങ്ങനെ ടാർഗറ്റ് ചെയ്യാതിരിക്കും? ഇതല്ലേ പുള്ളിയുടെ കയ്യിലിരിപ്പ്. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത്. ഒരു പബ്ലിക് ഫിഗറാണ്, ഒരു സിനിമാ നടനാണ്. തമിഴിലും തെലുങ്കിലും ഇപ്പൊ മലയാളത്തിലും ഒക്കെ നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന ഒരു സിനിമാ നടൻ. അത്യാവശ്യം നല്ല ഒരു പ്രൊഫഷണലാണ് പുള്ളിക്കാരൻ. സിനിമയുടെ കാര്യത്തിൽ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു നടനാണ്, ഇതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ റിയൽ ലൈഫിൽ ഈ രീതിയിലാണ് ജീവിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് എന്ത് വില ആൾക്കാർ കൊടുക്കും? ഇത് നല്ല അഭിമാനമുള്ള പരിപാടിയാണോ കാണിച്ചേ? യാതൊരു രീതിയിലുള്ള മാനവും മര്യാദയും അഭിമാനവും ഇല്ലാതെയാണ് പുള്ളിക്കാരൻ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും എല്ലാം കാണിച്ചിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ടൊരു മാപ്പപേക്ഷ, അതും യാതൊരു രീതിയിലുള്ള സിൻസിയാരിറ്റിയും ഇല്ലാതെയാണ് ഈ മാപ്പ് അപേക്ഷിക്കുന്നത്. മാപ്പപേക്ഷ നടത്തി കഴിയുന്നതോടുകൂടി എല്ലാം കംപ്ലീറ്റ്, ശുഭം. ഇയാൾക്കൊക്കെ എതിരെ കേസ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. കേസ് എടുത്തിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. പോലീസുകാർ എത്രന്ന് വെച്ചിട്ടാണ് കേസെടുക്കുന്നത്? പുള്ളിക്കെതിരെ എന്തുമാത്രം കേസാണ് നിലവിലുള്ളത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മനുഷ്യന്മാര് ഒന്നോ രണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പഠിക്കണം. ഈ പുള്ളി മാത്രം പഠിക്കില്ല. ബോധമില്ല, ബോധം നശിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. ഉള്ള കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് ബോധവും ഇല്ലാതെ സ്വന്തം നിലയും വിലയും മറന്നിട്ട് ഈ രീതിയിൽ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടങ്ങ് ഇരിക്കുകയാണ്. ആറാടുക. ഈ പണവും പ്രശസ്തിയൊക്കെ വരുന്ന സമയത്ത് ചില ആൾക്കാർ മന്ദബുദ്ധികളായിട്ട് മാറും, വിവരമില്ലാത്തവരായിട്ട് മാറും എന്ന് പറയുന്നത് എന്ത് ശരിയാണ്? അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം. പ്രശസ്തിയുണ്ട്, പണമുണ്ട്, നല്ല രീതിയിലുള്ള പ്രശസ്തിയുണ്ട്. ഇപ്പം ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇപ്പം നല്ല രീതിയിൽ പേരെടുക്കുന്നുണ്ട്. നല്ലതുപോലെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം റിയൽ ലൈഫിലും ആ രീതിയിൽ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലല്ലേ നമ്മൾ പെരുമാറേണ്ടത്? പുള്ളിക്കാരനെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ജീവിച്ചോട്ടെ, പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ശൈലിയിൽ ജീവിച്ചോട്ടെ, സംസാരിച്ചോട്ടെ, അതിനൊന്നും ഒരു വിഷയവുമില്ല. പക്ഷെ തെറി പറയുക, പബ്ലിക്കായിട്ട് തുണി ഉരിഞ്ഞു കാണിക്കുക, ചിരി വരുന്നുണ്ട് സത്യത്തില്. പക്ഷെ ഇതൊന്നും ചിരിച്ചു തള്ളേണ്ട കാര്യമൊന്നുമല്ല. ഇതൊക്കെ നല്ല തല്ല് കിട്ടേണ്ട കാര്യമാണ്. പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് ലാത്തി കൊണ്ട് നല്ല ഒന്നാന്തരം തല്ല് കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരനെതിരെ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ആക്ഷൻ എടുത്തു കഴിയുമ്പോഴേക്കും ജാതിയുടെ കാർഡ് അങ്ങ് ഇറക്കും. ഞാൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് എല്ലാവരും എന്നെ വേട്ടയാടുകയാണ്, ഞാൻ ദളിതനായതുകൊണ്ട് എല്ലാവരും എന്നെ വേട്ടയാടുകയാണ്. ദളിതനായാലും ആരായാലും, ജാതി ഏതായാലും, മതം ഏതായാലും, വർഗം ഏതായാലും, വർണ്ണം ഏതായാലും, ഒരു മനുഷ്യൻ മര്യാദയ്ക്ക് പെരുമാറുക. എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. എല്ലാ മനുഷ്യരും ആ സ്റ്റാൻഡേർഡും ആ അഭിമാനത്തോടു കൂടിയിട്ട് ജീവിക്കുക. ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടതായിട്ടുള്ളൊരു മര്യാദയുണ്ട്. ആ മര്യാദ എല്ലാവരും കാഴ്ചവെക്കുക. ആ മര്യാദയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ ആരും ആരുടെയും മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് പോവില്ല. ആരും ആരെയും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യില്ല. ഇവിടെ തന്നെ ആരും അദ്ദേഹത്തിന്റെ പടം വെറുതെ പിടിച്ചങ്ങിടുവല്ലായിരുന്നല്ലോ. ഒരു ഫോട്ടോ, ഒരു വീഡിയോ വെറുതെ പ്രചരിപ്പിക്കുകയല്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ വീഡിയോ ആണ് പ്രചരിപ്പിച്ചേക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ടുള്ള വൈരാഗ്യം വെച്ചിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അദ്ദേഹം കാണിച്ചു കൂട്ടിയ വേലത്തരവാണ് വീഡിയോ ആയിട്ട് പ്രചരിപ്പിച്ചത്. അത്രയും നല്ല ഒന്നാന്തരം പരിപാടിയാണല്ലോ പുള്ളി അവിടെ കാഴ്ചവെച്ചത്. ഇപ്പോൾ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള മര്യാദ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അസഭ്യം പറഞ്ഞ് മറ്റുള്ളവരെ ചീത്തയും വിളിച്ചിട്ട് തുണിയില്ലാതെ തുണി ഉരിഞ്ഞു കിടന്ന് കാണിച്ചിട്ട് ഞാൻ ദളിതനാണ്, എന്നെ രക്ഷിക്കണം, എന്നെ സംരക്ഷിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനാണോ മനുഷ്യന്മാർ കീപ്പ് ചെയ്ത് പോകേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്, സിനിമാ നടനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും. ഈവൻ തെരുവിൽ ജീവിക്കുന്ന വ്യക്തികൾ പോലും ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം ജീവിക്കാൻ. പക്ഷേ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. പൈസയും പ്രശസ്തിയും അങ്ങോട്ട് വരുമ്പോഴേക്കും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് കുറച്ച് കള്ളും കഞ്ചാവും വലിച്ച് ഈ രീതിയിൽ അങ്ങ് താമസിക്കുവാണ്.
തോന്നിയതുപോലെ അങ്ങ് ജീവിക്കുകയാണ്. ഇതൊന്നും അനുവദിച്ചു കൊടുത്തുകൂടാ. നമ്മൾ പല ആൾക്കാരും ഇയാളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകും. അയാളെ അങ്ങോട്ട് ചെന്ന് തെറി വിളിച്ചുകൊണ്ടായിരിക്കും, അയാൾ ചുമ്മാ കള്ള് കുടിച്ചതിന്റെ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചതിന്റെ ആ ഒരു ഇതിലായിരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വം ആയിരിക്കത്തില്ല. പുള്ളി ഭയങ്കര പാവമാണ്, പുള്ളി നല്ല മനുഷ്യനാണ്. പുള്ളി നല്ല മനുഷ്യനായിക്കോട്ടെ, പാവമായിക്കോട്ടെ, എങ്ങനെയാണോ പെരുമാറേണ്ടത്? പാവമാണെങ്കിലും നല്ല മനുഷ്യനാണെങ്കിലും പെരുമാറേണ്ട രീതിയിൽ പെരുമാറുക. പുള്ളിയുടെ തന്നെ വീട്ടിൽ നിന്നായിരിക്കും കാണിക്കുന്നത്, പക്ഷെ പബ്ലിക്കായിട്ട് ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് കാണിക്കുന്നത്. താഴെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി ചിലപ്പോൾ സ്ത്രീകൾ പോകാം, കുട്ടികൾ പോകാം. അതൊന്നും പുള്ളിക്ക് ബാധകമല്ല. ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ കീപ്പ് ചെയ്യേണ്ടത് എക്സ്ട്രാ കുറേ മര്യാദകളുണ്ട് കീപ്പ് ചെയ്യേണ്ടത്. കാരണം എല്ലാ ആൾക്കാരും അയാളെ ശ്രദ്ധിക്കും. പ്രശസ്തി ഉള്ളത് കൊണ്ട് തന്നെ, ഫെയിം ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അയാളെ ശ്രദ്ധിക്കും. അയാൾ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാളെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം അതിനനുസരിച്ച് പെരുമാറണ്ടേ? അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ഈ നേടിയെടുത്ത പ്രശസ്തിയും പണവും ഒന്നുമല്ല, വെറുതെ ആയിപ്പോവും. ഇയാൾ തന്നെ ഇയാൾക്കുള്ള കുഴി വെട്ടിയിട്ട് അതിനകത്ത് കയറി കിടന്നിട്ട് ബാക്കിയുള്ളവർ പുള്ളിയെ കുഴി വെട്ടി അതിനകത്ത് ഇടുകയാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഈ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയെ മനഃപൂർവ്വം വൈരാഗ്യം വെച്ച് ടാർഗറ്റ് ചെയ്യാണ്. ആരും പുള്ളിയെ മനഃപൂർവ്വം വൈരാഗ്യം വെച്ച് ടാർഗറ്റ് ചെയ്യുവല്ല. പുള്ളിയുടെ പ്രവൃത്തി എങ്ങനെയാണ്? ഈ മറ്റുള്ള കാര്യത്തിന്റെ ഇൻഫ്ലുവൻസിലാണ്, ഈ കള്ളിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസിലാണ് പുള്ളി ഈ പരിപാടി കാണിക്കുന്നത്. പക്ഷേ എന്തിന്റെ ഇൻഫ്ലുവൻസിലാണെന്ന് പറഞ്ഞാലും പുള്ളിക്കാരനല്ലേ ഉപയോഗിക്കുന്നത്? പുള്ളിക്കാരന്റെ അഹങ്കാരം കൊണ്ടല്ലേ? പണവും പ്രശസ്തിയും വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡും അതിൻ്റേതായിട്ടുള്ള അഭിമാനവും എക്സ്ട്രാ മനുഷ്യന്മാർക്ക് വരുവാണ് ചെയ്യേണ്ടത്. പക്ഷെ പുള്ളിക്ക് മാത്രം അതില്ല. എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും പുള്ളി മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ പബ്ലിക്കായിട്ട് ന്യൂസൻസ് ഉണ്ടാക്കുന്നതിന് പുള്ളിക്കെതിരെ കേസ് എടുക്കണം. 1.5 മാസം പിടിച്ച് ജയിലിലിടണം. അങ്ങനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലെങ്കിലും പുള്ളി ഒന്ന് ബെറ്റർ ആകട്ടെ. അതേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര കേസുകളായി, എത്ര തവണ പോലീസുകാർ തന്നെ പിടിച്ചുകൊണ്ട് പോയി, ഒരു കാര്യവുമില്ല. പിന്നെയും പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ന്യൂസൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണോ പുള്ളി ചെയ്തത്? ഒരിക്കലും അല്ല. സിനിമയിൽ പല കാര്യങ്ങളും കാണിക്കും, പക്ഷെ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ വ്യക്തമാണ് പുള്ളി സ്വബോധത്തോടു കൂടിയിട്ടല്ല ഇരിക്കുന്നത്. മനുഷ്യനല്ലാതെയാണ് പുള്ളി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ്? കള്ളിൻ്റെയോ കഞ്ചാവിൻ്റെയോ ഇൻഫ്ലുവൻസിലായിരിക്കും. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, ഉണ്ടായിരിക്കാം. പുള്ളിയെപ്പോലുള്ളവരാണ് സമൂഹത്തിനൊരു മാതൃകയാകേണ്ടത്. പക്ഷെ പുള്ളി തന്നെയാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ന്യൂസൻസ് ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും?